സർ, കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ പലതും നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്നില്ല. ഇനി അഥവാ നടപ്പാക്കിയെങ്കിൽ തന്നെ പേര് മാറ്റിയിട്ട് കേരളത്തിൻ്റെ പദ്ധതി എന്ന രീതിയിൽ അവതരിപ്പിക്കും. ഇപ്പോൾ ഒരു തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട ഒരു സ്ത്രീ അല്ലെങ്കിൽ അവിടെ പണിയെടുക്കുന്ന ഒരാൾ മരിച്ചാൽ അവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ വരെ കിട്ടുന്ന സഹായ പദ്ധതികളുണ്ട്. അത് മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്, പക്ഷേ കേരളത്തിലില്ല. ഇപ്പോൾ ഇത് നടപ്പാക്കാൻ പോകുന്നു കേൾക്കുന്നു. അതെ അതെ, എന്തായിരിക്കും സാർ ഉദ്ദേശം ഇതൊക്കെ? അല്ലാതെ ഈ കേരള ഗവൺമെൻറ്റിൻ്റെ കേന്ദ്രത്തോടുള്ള സമീപനം കേന്ദ്ര അവഗണന ആണെന്ന് ആവർത്തിച്ച് പറയുക, അതിനെതിരെ സമരം നടത്തുകയും ഒക്കെ ചെയ്തവരാണ്. എം പിമാരെ സംഘടിപ്പിച്ച് പാർലമെൻറ്റിൻ്റെ മുന്നിൽ ഒക്കെ പോയി സത്യാഗ്രഹം ഇരിക്കാനും അവർ ഉത്സാഹമുണ്ട്. ഈ ഭരണവും സമരവും എന്ന ശൈലി CPM ഭരിക്കുന്ന കാലത്ത് EMSൻ്റെ കാലം മുതലേ തുടരുന്ന ഒരു രീതിയാണ്. പക്ഷേ അതിന് ഒരു അർത്ഥമുണ്ടാകണം. കേന്ദ്രം കൊടുക്കുന്ന സഹായ പദ്ധതികൾ ജനങ്ങൾക്ക് ലഭ്യമാകാതെ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് കേന്ദ്ര അവഗണന എന്ന് പറയുന്ന ഒരു ഇരട്ടത്താപ്പുണ്ട്. എത്രയോ പദ്ധതികൾ കേരളത്തിൽ പ്രധാനമന്ത്രിയുടെ പേരുണ്ട് എന്ന് പറഞ്ഞിട്ട് നടപ്പാക്കാതെ വെച്ചിരിക്കുന്നു. ഈ വികസനം കാര്യത്തിലും ജനക്ഷേമ കാര്യത്തിലും ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ നിറം പിടിപ്പിച്ച കണ്ണട പാർട്ടി ഉപേക്ഷിക്കാൻ ഒരിക്കലും തയ്യാറാകുന്നില്ല. അത് അവർക്ക് പാർട്ടി ആണ് ഏറ്റവും വലുത്, ജനങ്ങളല്ല. ജനങ്ങളുടെ ക്ഷേമവും അവരുടെ പുരോഗതിയൊന്നുമല്ല. അതൊക്കെ വെറും കള്ളനാണയങ്ങളാണ് എന്ന് ഇതുപോലുള്ള സംഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇത് മാത്രമല്ല, സിനുജി സൂചിപ്പിച്ചത് മാത്രമല്ല, ആയുഷ്മാൻ ഭാരത് 70 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്കെല്ലാം അവരുടെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ തന്നെ കേന്ദ്ര ആരോഗ്യ വകുപ്പിൻ്റെ കീഴിൽ ഒരു പ്രത്യേക കാർഡ് നൽകി അവർക്ക് ഇന്ത്യയിലെ നിശ്ചിത ഹോസ്പിറ്റലുകളിലെല്ലാം ആയുഷ്കാല സൗജന്യ ചികിത്സ, അത് ഒരു വർഷം 5 ലക്ഷം രൂപ വരെ കവർ ചെയ്യുന്ന കിടത്തി ചികിത്സയ്ക്കും മരുന്നിനും ചെക്കപ്പിനും ഒക്കെ ഉള്ള പ്രൊവിഷനോടുകൂടി അനുവദിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ബഡ്ജറ്റിന് മുമ്പ് തന്നെ, ബഡ്ജറ്റിന് പുറത്ത് തന്നെ ധനമന്ത്രി പ്രഖ്യാപിച്ചതായിരുന്നു. പിന്നീട് ഇത് ബഡ്ജറ്റ് സപ്പോർട്ടുമായി. ഇത് കേരളത്തിൽ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. എത്രയോ ആളുകളാണ് ഇത് കാത്തിരിക്കുന്നത്. കേന്ദ്ര ആയുഷ്മാൻ ഭാരതിൽ രജിസ്റ്റർ ചെയ്ത് കാർഡ് ഡൗൺലോഡ് ചെയ്ത് ലാമിനേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് സാധാരണ മനുഷ്യരുണ്ട്. എല്ലാ മനുഷ്യരും ഇത് ഇപ്പോൾ വരും എന്നും പറഞ്ഞ് കാത്തിരിക്കുകയാണ്. ആശുപത്രിയിൽ അന്വേഷിക്കുമ്പോൾ ഒന്നും ആയിട്ടില്ല, ഞങ്ങളതിൻ്റെ എഴുത്തുകുത്തുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു, ഇതുവരെയും നടപ്പായിട്ടില്ല, കേരള ഗവൺമെൻറ് അനുമതി വന്നില്ല എന്നൊക്കെയുള്ള ഉത്തരവാണ് ഈ രോഗികൾക്ക് കിട്ടുന്നത്. ഇത് സത്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇത് ഏതൊക്കെ ഹോസ്പിറ്റലിൽ കിട്ടുമെന്ന് ജില്ല തിരിച്ച് പട്ടികകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളത്ത് ഒരു 24ഓളം ആശുപത്രികളുണ്ട്, നഗരത്തിന് ഉള്ളിലും വെളിയിലുമൊക്കെ ഉള്ളത്. അപ്പോൾ വയോജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. അവരുടെ സാമ്പത്തിക സ്ഥിതി ഏറ്റക്കുറച്ചിൽ നോക്കാതെ വീട്ടിലുള്ള 2 പേർക്ക് ഈ 5 ലക്ഷം രൂപയുടെ കവറേജ് കിട്ടും. അത് ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും ഒരാളെടുത്താൽ മതി, ഈ ഏജ് കഴിഞ്ഞവർക്ക്. ഇപ്പോൾ ഏജ് കഴിഞ്ഞാൽ ആർക്കും അത്, ആ വീട്ടിലെ അംഗത്തിന് ആർക്കും ആ കവറേജ് പിന്നെ അർഹതയുണ്ട്. സാർ, രാജ്യം ഭരിക്കുന്ന പാർട്ടി BJP ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPക്ക് കേരളത്തിലൊരു ഘടകമുണ്ടല്ലോ. എന്തുകൊണ്ട് ഇത്തരം പദ്ധതികൾ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഇത് പ്രചരിപ്പിക്കുമോ അല്ലെങ്കിൽ ഒരു ആശയ സംവാദം നടത്തുമോ? ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്തതാണോ? ഇത് ഒന്ന് ഇത്തരം ജനങ്ങളുടെ ഇത്തരം വിഷയങ്ങൾ ദൈനംദിനം പരിശോധിച്ച് അതിന് ഒരു റെമഡിയൽ മെഷേഴ്സ് കണ്ടുപിടിക്കുന്ന ഒരു സംവിധാനം കേരളത്തിലെ BJP ദൗർഭാഗ്യവശാൽ ഇല്ല. അതൊരു പ്രധാന കാര്യമാണ്. ഈ കാര്യം ഇപ്പോഴും ഇതിവിടെ നടപ്പാക്കിയില്ല എന്ന് എനിക്ക് പരിചയമുള്ള ഒരു BJP നേതാവിനോട് പറഞ്ഞു. ഇല്ലേ, ഇവിടെ വന്നിട്ടില്ലേ? ഇങ്ങനെ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്. അവർക്ക് അന്വേഷണമില്ല, ആ കാര്യത്തിൽ വേണ്ടത്ര പഠനമില്ല, അതിൻ്റെ ലേറ്റസ്റ്റ് എന്താണെന്നും അറിയില്ല. ഇത് അന്വേഷിക്കുന്നില്ല, അത് അവരുടെ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്നില്ല. സത്യത്തിൽ ഈ ആം ആദ്മി പാർട്ടി എന്നൊക്കെ പറയുന്നത് ജനങ്ങളെ സ്വാധീനിച്ചത് അടിസ്ഥാനപരമായ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് സഹായം ചെയ്തുകൊണ്ടാണ് താഴെ തട്ടിലേക്ക് ഇറങ്ങി വന്നത്. അതിനവർ ഈ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ആൾ RTA നിയമം ഉപയോഗിച്ചു, വിവരാവകാശ നിയമം ഉപയോഗിച്ച് ജനങ്ങളെ സഹായിക്കാൻ ഒരു പാർട്ടി ഉണ്ടാക്കുകയായിരുന്നു അയാൾ ചെയ്തത്. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഇതുപോലെയുള്ള അടിസ്ഥാന ജനകീയ പ്രശ്നങ്ങളിൽ പാർട്ടി ഇടപെട്ടാലേ ജനങ്ങളുടെ സപ്പോർട്ട് ഏത് പാർട്ടിക്കും കിട്ടും. അത് കേരളത്തിൽ ഏറെക്കുറെ അറിയുന്ന ഒരു പാർട്ടി CPM ആണ്. വേറെ പാർട്ടികളൊക്കെ ഈ കാര്യത്തിൽ കണക്കാണ്.
അപ്പോൾ അത് നമ്മൾ വേറെ വിഷയം അവിടെ നിൽക്കട്ടെ. അല്ല സാർ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. കാരണം CPM എന്ന് പറയുന്നത് താഴെ തട്ടിലുള്ള ജനങ്ങളുമായിട്ട് എന്നും സമ്പർക്കം പുലർത്തുന്ന പാർട്ടിയാണ്. ഇപ്പം തന്നെ അവരുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ ഓരോ പാർട്ടി മെമ്പറും മിനിമം 10 മുതൽ 20 വരെ വീടുകളുമായിട്ട് സമ്പർക്കം പുലർത്തണം. അപ്പോൾ അവർ ഈ കാൽച്ചുവട്ടിലെ മണ്ണ് ഒഴുകി പോകുന്നത് തിരിച്ചറിയുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ BJPക്ക് ഒരു അടിത്തറ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല? നമ്മൾ വരുന്നത് BJP വലിയൊരു പാർട്ടിയാണ്, രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ശക്തി ആർജിക്കുന്നു. അപ്പോൾ കേരളത്തിൽ ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരുപക്ഷെ CPM പൂർണ്ണമായിട്ട് ഒലിച്ചു പോകില്ല. തീർച്ചയായിട്ടും അവർ ജനങ്ങൾ അവെയർ അല്ലാത്തത് കൊണ്ടാണ്. പല കാര്യങ്ങളെക്കുറിച്ചും ജനങ്ങൾക്ക് തെറ്റിദ്ധാരണയാണ്. നമ്മുടെ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന എന്താണ്, കേരളത്തിൽ BJPക്ക് അസ്പൃശ്യതയാണ്, അൺടച്ചബിലിറ്റിയാണ് എന്ന് പറയുന്ന വിവരദോഷികളാണ് നമ്മുടെ മാധ്യമങ്ങളിലെ ആങ്കേഴ്സായിട്ടിരിക്കുന്നത്. എന്താണ് അസ്പൃശ്യത എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അവൻ അറിയത്തില്ല. അത് കേട്ടിരിക്കുന്ന BJP പ്രതിനിധിയെ അവൻ്റെ കഴുത്തിന് പിടിക്കണ്ടേ? നമ്മളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണ് അൺടച്ചബിലിറ്റി എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ഒരു പാർട്ടിക്ക് ഇവിടെ സീറ്റ് കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് ജനസപ്പോർട്ട് ഇല്ലെന്നാണോ? ജനസപ്പോർട്ടിൽ ഏറ്റക്കുറച്ചിലൊന്നല്ലേ ഉള്ളൂ. അതൊരു നാട്ടിലെ അസ്പൃശ്യതയാകുന്നതാണ്. അതും പോട്ടെ, നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഈ കേന്ദ്ര സഹായം കൃത്യമായി ഇതാണെന്നും അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി അത് നടപ്പാക്കി കിട്ടുവാനുള്ള പ്രക്ഷോഭം വേണമെങ്കിൽ നടത്തണം. അതെന്തൊക്കെയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രചരണം വേണം. ഇത് തെരഞ്ഞെടുപ്പ് കാലം അടുക്കുമ്പോൾ ഒരു നോട്ടീസിൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊണ്ടുവന്ന് ജനങ്ങളെ കാണിച്ചാൽ അവരാരും വായിക്കാൻ പോലും ഇത് മെനക്കെടുന്നില്ല. പ്രചരണ നോട്ടീസ് വായിക്കുന്ന എത്ര വോട്ടർമാരുണ്ട്? അങ്ങനെയൊന്നും ആരും തീരുമാനിക്കത്തില്ല. ഇത് ജനങ്ങളെ നേരിട്ട് ഒന്നീ യോഗങ്ങൾ വിളിച്ച് സംഘടിപ്പിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇല്ലെങ്കിൽ ഈ ഇത്തരം ആവശ്യവും ആവലാതിയുള്ള ആളുകളെ നേരിട്ട് കണ്ടെത്തി അവരെ സഹായിക്കണം. അതിന് സിനുജി പറഞ്ഞതുപോലെ ഓരോ വോട്ടറുടെ പിന്നിലും ഓരോ പ്രവർത്തകരുണ്ട് CPMന്. അങ്ങനെയാണ് ഒരു പാർട്ടി വളർത്തുന്നത്. അല്ലാതെ ദേശാഭിമാനി വായിച്ചിട്ടല്ല ജനങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ BJPയുടെ ഈ ദേശീയ തലത്തിലുള്ള പദ്ധതികൾ അത് അറിയാതിരിക്കാൻ വേണ്ടി CPM കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു ഉണ്ടല്ലോ. CPM എന്ന് പറഞ്ഞാൽ നുണ പറഞ്ഞ് ജനങ്ങളെ എവിടെയെല്ലാം വഴി തെറ്റിക്കാമോ അതെല്ലാം ചെയ്യും. അത് ഗീബൽസ് എന്ന് മറ്റുള്ളവരെ വിളിക്കുകയും അവരതിനേക്കാൾ കുതന്ത്രം കാണിക്കുകയും ചെയ്യുന്നവരാണ്. അത് നമ്മൾ ചരിത്രമല്ലേ. പക്ഷേ ഇപ്പം തന്നെ നമുക്ക് സംസ്ഥാന ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ക്യൂബയിൽ നിന്ന് വന്ന ടൂറിസ്റ്റുകളെ കാണാനാണ് പോയത്. ജനങ്ങളോട് പറഞ്ഞ ഇത് ആശാ വർക്കർമാർക്ക് കാശ് മേടിച്ചു കൊടുക്കാൻ പോകും. അല്ല, ഇതുപോലെ നുണ പ്രചരിപ്പിക്കുവാനോ അവരെക്കാൾ മിടുക്കരായ വേറെ ആരുമില്ല. എന്നിട്ട് ഒരു 40 ദിവസമായിട്ട് പട്ടിണി സമരം നടത്തുന്ന ഈ സ്ത്രീകളെ ഇവിടെ പ്രതിനിധികളെ വിളിച്ചിട്ടൊരു ചർച്ചയ്ക്കിരുത്തിയിട്ട് ഒരു ഓഫർ വയ്ക്കാനില്ല. ഏതെങ്കിലും ഒരു സമരത്തിന് പങ്കെടുക്കുന്നവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നതിൽ മിനിമം ഗവൺമെൻറ്റിന് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇത്ര കാര്യങ്ങളുണ്ട് ഒരു രീതിയല്ലേ? ഒന്നും ഗവൺമെൻറ് ഓഫർ ചെയ്യാനില്ലാതെ പിന്നെ എന്തിനാ ചർച്ചയ്ക്ക് വിളിച്ചത്? അവരെ നിരാശരാക്കി പുറത്തു വിട്ടു. പുറത്തിനി പറയാനാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് ക്ഷണിച്ചു. ഒരു ജനാധിപത്യ പാർട്ടി വേറെ എന്ത് ചെയ്യാനാ, നമ്മുടെ സാമ്പത്തിക സ്ഥിതി അറിഞ്ഞുകൂടെ എന്നൊക്കെ ഇങ്ങനെ ന്യായീകരിക്കാനുള്ള ഓരോരോ അവസരം സൃഷ്ടിക്കലിനപ്പുറത്തേക്ക് കാര്യമായി ഈ നാട്ടിൽ എന്തെങ്കിലും ചെയ്യണമെന്നോ അടിസ്ഥാനപരമായ വിഷയങ്ങളോട് സിൻസിയറിറ്റി പുലർത്തണമെന്നോ അവർക്കില്ല. ആർജവത്വമില്ലാത്ത ഭരണ നേതാക്കൾ. അതാണ് സാർ. നമ്മൾ പണ്ട് കാലത്ത് ഇപ്പം രാജീവ് ഗാന്ധി യോജന അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി യോജന അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു പദ്ധതികൾ കേൾക്കുന്നത്. പക്ഷേ മോദി സർക്കാർ വന്നതിന് ശേഷം പ്രധാനമന്ത്രി എന്നുള്ള രീതിയിലേ വരുന്നുള്ളൂ, പ്രൈം മിനിസ്റ്റർ എന്നുള്ളത്. അപ്പോൾ അത്തരം പദ്ധതികളൊക്കെ കൊണ്ടുവരികയും മറ്റ് സംസ്ഥാനങ്ങൾ, ഇപ്പോൾ നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ വളരെ മോശമാണ്, പിന്നോക്കമാണെന്ന് പറയുമെങ്കിലും അവിടെ ടോയ്ലറ്റ് സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് അവരെ സാറ്റിസ്ഫൈ ചെയ്തു. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അത്തരം പദ്ധതികളെ നടപ്പാക്കാൻ CPM ശ്രമിക്കാത്തത്, അല്ലെ സർക്കാർ ശ്രമിക്കാത്തത്? ഇത് ജനങ്ങളുടെ മുമ്പിലൊന്നും തുറന്നു കാണിച്ചാൽ പോരെ ഈ ആളുകൾ BJPയുടെ കൂടെ നിൽക്കാൻ? തീർച്ചയായിട്ടും ഇങ്ങനെയൊരു പ്രവർത്തനം ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഭരിക്കുന്നവർ ജാഗ്രത പുലർത്തും. അവരുടെ അവസരങ്ങളും അവരുടെ ഫോളോവേഴ്സിനെയും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുമെന്ന് വന്നാൽ അവരും ജാഗ്രത പുലർത്തും. ഇത് എടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങും. ജനങ്ങൾക്ക് രണ്ടായാലും ഗുണമാണ്. അപ്പോൾ ഈ പ്രവർത്തനം ഇല്ലെങ്കിൽ ഇവരൊക്കെ ഇത്രയും ഉള്ളൂ. ഈ BJP നേതാക്കളൊക്കെ ഒരു തരം കൊഞ്ഞാളന്മാരാണ്, നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ എന്നല്ലേ ഏത് സാധാരണ CPM ഞാഞ്ഞൂലിൻ്റെയും ധാരണ. അതെ, ആ ധാരണ മാറ്റേണ്ടത് ആരാണ്? അതല്ലേ. ഈ നാട്ടിൽ അടിസ്ഥാനപരമായ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നില്ല. ചുമ്മാതൊക്കെ പൊടി കുത്തി ചെടി വെക്കേണ്ടിടത്തെല്ലാം
വെച്ച് പോകുന്നതല്ലാതെ സത്യത്തിൽ എന്താ ഇവിടെ നടക്കുന്ന പ്രവർത്തനം? അതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം. ഇതുപോലുള്ള കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. അതിനെ കൃത്യമായി ഫോളോ ചെയ്ത് അതിൽ വേണ്ട അവധാനതയോടെ ഇടപെട്ട് പ്രവർത്തിച്ച് അതിൻ്റെ ബെനിഫിഷ്യറീസിന് അത് എത്തിച്ചു കൊടുക്കാൻ, അതിനിടയ്ക്ക് വരുന്ന അഴിമതി സാധ്യതകൾ ഒഴിവാക്കി കൊടുക്കാനുള്ള പ്രവർത്തനം ഉണ്ടാവണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.